നമസ്കാരം. ഷിംജിതയുടെ കൂടെ യാത്ര ചെയ്ത പെൺകുട്ടി, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് നമ്മൾ കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്തുവെങ്കിലും പിന്നീട് അത് മറന്നുപോയി എന്നുള്ളതുകൊണ്ടാണ്. ഷിംജിതയുടെ കൂടെ തൊട്ടപ്പുറത്ത് യാത്ര ചെയ്തത് എന്ന് പറഞ്ഞാൽ ദീപക്കിൻ്റെ അല്പം ഫ്രണ്ടിലായിട്ട് നിന്ന പെൺകുട്ടി, ഇതൊന്നും അറിയാതെ ഈ ഷിംജിത പറയുന്നത് ആ പെൺകുട്ടിയെ ഏതോ രീതിയിൽ ഉപദ്രവിച്ചു എന്നാണ്. ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് വീഡിയോയിൽ വ്യക്തവുമാണ്. അവിടെ ആ പെൺകുട്ടിയോട് ഞാൻ പറയുന്നു, ഒന്ന് എൻ്റെ നമ്പറിലോട്ട്, എൻ്റെ നമ്പർ ഇവിടെ കിട്ടുമല്ലോ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ആ പെൺകുട്ടിയിലേക്ക് പോകണം. ഇപ്പോൾ പുള്ളിക്കാരി പരാതി കൊടുക്കുമെന്നോ അങ്ങനെ എന്തോ വാർത്ത വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കംപ്ലീറ്റ് നിയമസഹായവും ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നെ ഒരു കോൾ ചെയ്യുക. കാരണം ഒരു പെൺകുട്ടിയുടെ മുഖഭാവം, അവളുടെ മുഖം പുറത്തുവിടുകയാണ് ചെയ്തിട്ടുള്ളത് ഷിംജിത. ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, ഒരുപാട് പേര് അതിനകത്ത് നിന്നു. അവരെല്ലാവരും പരാതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അനാവശ്യമായിട്ടൊരു വീഡിയോ എടുത്ത് അത് മോശമായി ചിത്രീകരിച്ച് അത് ജനങ്ങളുടെ ഇടയിൽ ഇട്ടുകൊടുത്തതാണ്. ഇനി ഒരു പെണ്ണും ഇങ്ങനെ ചെയ്യരുത്. കാരണം മറ്റുള്ള പെൺകുട്ടികളുടെ ആ തൊട്ടപ്പുറത്ത് നിന്ന പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയല്ലേ. എന്ന് പറഞ്ഞാൽ ആ മോളോട് ദീപക് മോശമായിട്ട് പെരുമാറിയിട്ടും അത് പ്രതികരിച്ചില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. നമ്മൾ ആ വീഡിയോയിൽ കാണുന്നതാണ്. ഈ പെൺകുട്ടിയും ഒന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. വീഡിയോ എടുത്തതൊക്കെ കാണും. കാര്യം പോലീസ് പറയുകയാണ് 7 വീഡിയോ ചിത്രീകരിച്ചു എന്നാണ്. അപ്പോൾ മനസ്സിലായിക്കൊണ്ട് എങ്ങനെ ആയിരുന്നു എന്ന്. അപ്പോൾ ആ പെൺകുട്ടി, അജ്ഞാതയായിട്ടുള്ള ആ പെൺകുട്ടി ഒന്ന് എന്നെ വിളിക്കുക. കംപ്ലീറ്റ് നിയമസഹായവും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യൂ. കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യൂ. ആ പെൺകുട്ടിയിലേക്ക് പോകട്ടെ. ആ നിരപരാധിയായിട്ടുള്ള, ഒന്നും അറിയാൻ പാടില്ലാത്ത ആ പെൺകുട്ടിയിലേക്ക് പോകട്ടെ. അവൾ പരാതിയുമായിട്ടൊന്നല്ല, അത് ഏത് രീതിയിൽ വന്നാലും അത് അതിൻ്റെ സത്യങ്ങൾ പറയണം. കാര്യമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് വിളിച്ച് പറയണം. ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങൾ ഇനി ഇവിടെ നടക്കാൻ പാടില്ല. അപ്പോൾ ആ മോളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കോൾ ചെയ്താൽ അവർക്ക് വേണ്ടുന്ന എല്ലാ നിയമസഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ. പിന്നെ മറ്റുള്ള സ്ത്രീകൾ, വേറെ അടുത്ത സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെല്ലാവർക്കും പരാതിയുമായിട്ട് മുന്നോട്ട് വരാം. നിങ്ങൾക്ക് 1 രൂപ കാശില്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്യാം, പേജ് ഫോളോ ചെയ്യാം, കമൻസ്. ഓക്കെ, നന്ദി, നമസ്കാരം.